അസ്സലാമു അലൈക്കും. മഹാനായ ഹാഫിദ് ദഹബി തൻ്റെ അൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലാ യദ്ലിമന്ന അഹദാ, എന്നെ കാണുന്ന ജനങ്ങളെ നിങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പോകരുത് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. എന്നെ ഈ അവസ്ഥയിൽ കാണുന്ന ആളുകൾ അറിയുക, നിങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പോകരുത് എന്ന് കടൽ തീരത്ത് വെച്ച് ഒരാൾ, ഇസ്രായേലിൽപ്പെട്ട ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് കണ്ടു. ഫദനാ മിൻഹു, അപ്പോൾ ആ ഇസ്രായേലിൽപ്പെട്ട ആൾ ആ വിളിച്ചു പറയുന്ന ആളുടെ അരികിലേക്ക് അടുത്തു ചെന്നു. വഖാല, അദ്ദേഹം ചോദിച്ചു, യാ അബ്ദുല്ലാഹ് മാ ഖബറുക, എന്താ നിങ്ങളുടെ വർത്താനം, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഅ്ലം അന്നീ കുൻതു റജുലൻ ശുർത്തിയ്യ, ഞാനൊരു പോലീസുകാരനായ ഒരാളാണ്. ഫജീതു യൗമൻ ഇലാ ഹാദാ സഹ്ൽ, ഒരു ദിവസം ഞാൻ ഇതുപോലെ ഈ കടൽപ്പുറത്ത് വന്നു, കടൽ തീരത്ത് വന്നു. ഫറഅയ്തു സയ്യാദൻ ഖദ് സാദ സമക്കത്തൻ, ഞാൻ മത്സ്യത്തെ വേട്ടയാടിയ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫസഅൽതുഹു അൻ യഹബഹ മിന്നി, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മീൻ എനിക്ക് നിങ്ങൾ സൗജന്യം നൽകുന്നുണ്ടോ എന്ന്. ഫഅബ, അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ഫസഅൽതുഹു അൻ യബിഅഹ മിന്നി, അപ്പോൾ എനിക്ക് നിങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മത്സ്യം എനിക്ക് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഅബ, അപ്പോഴും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ ഫളറബ്തു റഅസഹു ബിസൗത്തി, എൻ്റെ കയ്യിലുള്ള ചാട്ട കൊണ്ട് ഞാൻ ഒരൊറ്റ അടി അദ്ദേഹത്തിൻ്റെ തലക്കടിച്ചു. വഖദ്തുഹാ മിൻഹു ഖഹ്റൻ വമളൈതു ബിഹാ, ആ വീണ് കിടക്കുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ ആ മത്സ്യത്തെ ബലാത്കാരമായി വാങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ ഫബൈനമാ അന മാശിൻ ബിഹാ ഹാമിലഹാ, ഞാൻ ആ മത്സ്യത്തെ ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഗല്ലത്ത് അലാ ഇബ്ഹാമി, ആ മത്സ്യം എൻ്റെ പെരുവിരലിന്, തള്ളവിരലിന് കടിച്ചു. അങ്ങനെ ഫറുംതു അൻ ഉഖല്ലിസ ഇബ്ഹാമി മിൻഹ, പഠിച്ചവനെ, ഇനി ഈ മത്സ്യത്തിൻ്റെ വായയിൽ നിന്ന് എൻ്റെ ഈ കൈവിരൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. പരമാവധി ഞാൻ അതിൽ നിന്ന്, വായയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫലം മഖ്ദിർ, എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഫജിഅ്തു ഇലാ ഇയാലി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഫഅലജു അൻ യുഖല്ലിസു ഇബ്ഹാമി മിൻഹാ, ഈ മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെട്ട എൻ്റെ പെരുവിരൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാവുന്ന പണിയൊക്കെയും അവർ ചെയ്തു. പക്ഷേ ഫലം യഖ്ദിറൂ ഇല്ലാ ബഅദ തഅബിൻ ശദീദ്, ഒരുപാട് പണിപെട്ട് അവർ പഠിച്ച 18 ഐഡിയയും പയറ്റിയതിന് ശേഷമാണ് എൻ്റെ കൈവിരൽ ആ മത്സ്യത്തിൻ്റെ വായയിൽ നിന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോഴോ ഫഅസ്ബഹ ഇബ്ഹാമി ഖദ് വരിമ വന്തഫഖ, പിറ്റേ ദിവസമായപ്പോഴേക്ക് എൻ്റെ തള്ളവിരൽ ആ മത്സ്യം കടിച്ചതിൻ്റെ കാരണം കൊണ്ട് നീര് വെച്ച് തീർത്തിരിക്കുകയാണ്. മാത്രമല്ല സുമ്മൻ തഫഖത്ത് ഫീഹി ഉയൂനും മിൻ ആസാരി അൻയാബി ഹാദിഹി സമക, ഈ മത്സ്യത്തിൻ്റെ പല്ലുകൾ എവിടെയെല്ലാം കൊണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ കുമിളകൾ പൊങ്ങിയിട്ടുണ്ട്. സഹിക്കാൻ കഴിയാത്ത വേദന വന്നപ്പോൾ ഫദഹബ്തു ഇലാ തബീബിൻ മുഹ്സിനിൻ, ഞാൻ നല്ല ഒരു വിദഗ്ധനായ ഡോക്ടറെ സമീപിക്കുകയാണ് കയ്യിൻ്റെ അസുഖം ഭേദമാക്കാൻ വേണ്ടി. ഫലമ്മ നദറ ഇലാ ഇബ്ഹാമി, എൻ്റെ കൈവിരൽ ഡോക്ടർ കണ്ടപ്പോൾ ഖാല, പറഞ്ഞു, ആദിഹി ഉക്കുലത്തും ബിലാ ശക്കിൻ, ഓ ഇത് പഴുത്തിരിക്കുകയാണ്,
ഇത് മുറിച്ചു മാറ്റണം, ഒരു സംശയമില്ല. വൈല്ലം തക്കത ഇബ്ഹാമക്ക, നിങ്ങളുടെ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഹലക്ത, ഇതിൻ്റെ ഈ വൈറസുകൾ നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം പടരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തന്നെ ചിലപ്പോൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഫഖതഅതു ഇബ്ഹാമി, ഞാൻ ആ വിരൽ മുറിച്ചു, എൻ്റെ തള്ള വിരൽ ഞാൻ മുറിച്ച് ഒഴിവാക്കി. തുമ്മ ദറബത്ത് അലാ യദി, പക്ഷേ ആ വിരലിൻ്റെ വേദനയുണ്ടല്ലോ അത് എൻ്റെ കയ്യിലേക്ക് പടരാൻ തുടങ്ങി. ആ കൈവിരൽ മുറിച്ചു മാറ്റിയിട്ടും വേദനയ്ക്ക് ശമനമില്ല. ഫലം മുത്തിൻ നൗമ വലൽ ഖറാറ മിൻ ശിദ്ദത്തിൽ അലം, ഇതിൻ്റെ വേദനയുടെ കാഠിന്യത്താൽ എനിക്ക് ഒന്ന് ഉറങ്ങാനോ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കാനോ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഫഖീല ലി, എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കൈപ്പടം മുറിക്കേണ്ടി വരും, വേറെ രക്ഷയില്ല. കാരണം കൈ പഴുത്ത് ആ കയ്യിലേക്ക് ഇപ്പോൾ അതിൻ്റെ പഴുപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൈ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഖതഅതുഹ, അങ്ങനെ ഞാൻ കൈപ്പടവും മുറിച്ചു. വന്തശറൽ അലമു ഇലസായിരി, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേദന പിന്നെ എൻ്റെ തണ്ടം കൈയിലേക്ക് വന്നു. വലമനീ ശദീദാ, അപ്പോഴും ശക്തിയായ വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. വലം മുത്തുക്കിൽ ഖറാർ, എനിക്ക് വീട്ടിലൊന്നും ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. വജഅൽതു അസ്തഗീസു മിൻ ശിദ്ദത്തിൽ അലമി, ഈ വേദനയുടെ കാഠിന്യത്താൽ ഞാൻ പല ആളുകളെയും സമീപിച്ച് സഹായം തേടുകയാണ്, എന്താണ് മാർഗം. ഫഖീല ലി, എന്നോട് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടത് ഇഖ്തഅഹാ മിനൽ മിർഫഖി, അത് നിങ്ങളുടെ മുട്ട് മുതൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്നായിരുന്നു. ആദ്യം വിരൽ മുറിച്ചു, പിന്നെ കൈപ്പടം മുറിച്ചു, പിന്നെ ഇതാ മുട്ടും മുറിക്കാൻ പോവുകയാണ്. ഫഖതഅതുഹാ, വേദന ശക്തമായപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുട്ടും കൈയും മുറിച്ചു മാറ്റി. എന്നിട്ട് സമാധാനമുണ്ടോ? ഇല്ല. ഫന്തശറൽ അലമു ഇലൽ അലുദി വദറബത് അലയ്യ അലുദി അശദ്ദ മിനൽ അലമിൽ അവ്വലി, ആദ്യം വിരലുള്ള സമയത്തുള്ള വേദനയേക്കാൾ ശക്തമായ വേദന എൻ്റെ തോളം കൈയിൽ അനുഭവപ്പെടുന്നു. വിരലിൻ്റെ കൈയിൻ്റെ പകുതി മുറിച്ചു മാറ്റി, പക്ഷേ ആ നീരും അതിൻ്റെ വേദനയും വിഷമമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല, അതിൻ്റെ തോളം കൈയിലേക്ക് കൂടി. അങ്ങനെ വന്നപ്പോഴോ ഫഖീല എന്നോട് പറഞ്ഞു, ഫഖീലലി എന്നോട് പറഞ്ഞു, ഇഖ്തായദക മിൻ കത്ഫിക, നിങ്ങളുടെ തോളം കൈ മുതൽ കൈ മൊത്തമായി അങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരും. വഇല്ല, അങ്ങനെ അല്ലെങ്കിൽ സറൽ അലമു ഇലാ ജസദിക കുല്ലിഹി, നിങ്ങളുടെ ശരീരം മുഴുവനും ഈ വൈറസ് പടരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നിങ്ങളെ നാശത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ ഫഖതഅതുഹാ, ഞാൻ എൻ്റെ കൈ മുഴുവനായി മുറിച്ചു മാറ്റി. ഫഖാല ലി ബഅദുന്നാസി, എന്നോട് ചില ആളുകൾ പറഞ്ഞു, മാ സബബു അലമിക, ഇത്രയൊക്കെ നിങ്ങൾ വേദന സഹിക്കാൻ എന്താണ് കാരണമുണ്ടായത്? നിങ്ങളുടെ കൈ തന്നെ ഇപ്പോൾ മുറിച്ചു പോയല്ലോ, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചില ആളുകൾ എന്നോട് അന്വേഷിച്ചു. ഫദക്കർതു ലഹു ഖിസ്സത്ത സമകി, അപ്പം ഞാൻ ആ മത്സ്യവുമായി ബന്ധപ്പെട്ട കഥ അവരോട് വിവരിച്ചു കൊടുത്തു. ഞാനിങ്ങനെ കടപ്പുറത്തേക്ക് പോയപ്പോൾ ഒരാൾ വലിയൊരു മീനും പിടിച്ച് നിൽക്കുന്നുണ്ട്, എനിക്ക് സൗജന്യം തരുമോയെന്ന് ചോദിച്ചു, തന്നില്ല. വിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പോലീസുകാരനല്ല, അറിയാലോ. എൻ്റെ കയ്യിലുള്ള ആ വടി കൊണ്ടൊരു ഒറ്റ അടി കൊടുത്തു. അങ്ങനെ ഞാൻ ബലാത്കാരമായ മീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ മീൻ എൻ്റെ കയ്യിൽ കടിച്ചു. അങ്ങനെ വിരൽ പഴുത്തു, അതിൻ്റെ കാരണം കൊണ്ട് വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് മാത്രം നിന്നില്ല, എൻ്റെ കൈപ്പടം മുറിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടും നിന്നില്ല. പിന്നെ എൻ്റെ തണ്ടം കൈ മുറിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടും നിന്നില്ല. അവസാനം എൻ്റെ തോടും മുറിച്ചു, തോട് വരെയുള്ള കൈ മുറിച്ചു, വലത്തെ കൈ തന്നെ പാടയില്ലാതെ കണ്ടിലെത്തുന്നു. ഇതാണ് സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഒരാൾ പറഞ്ഞു, ലൗ കുൻത റജഅത ഫീ അവ്വലി മാ അസ്വാബകൽ അലമു ഇലാ സാഹിബി സമകതി ഫസ്തഹലൽത മിൻഹു വസ്തർവൈതഹു ലമാ ഖതഅത മിൻ അദാഇക ഉദ്വാ.
നിങ്ങൾക്കൊരു അബദ്ധം പറ്റി. നിങ്ങൾ ആ മത്സ്യം വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ വിരലിൽ അനുഭവപ്പെട്ട ആ വേദന, ആ സമയത്ത് നിങ്ങൾ ആ മത്സ്യത്തെ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അദ്ദേഹത്തെ നിങ്ങൾ സമീപിക്കേണ്ടതായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങളത് ഹലാലാക്കി എടുക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊരുത്തം നിങ്ങൾ വാങ്ങണമായിരുന്നു. അതുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേടാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അതുകൊണ്ട് ഫദ്ഹബ് ഇലൈഹില്ലാൻ, ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിലേക്കൊന്ന് ചൊല്ലൂ. വതുലുബ് റിദാഹു ഖബ്ല അൻ യസിലൽ അലമു ഇലാ ബദനിക. ഇനി ഇതിൻ്റെ വേദന നിങ്ങളുടെ ശരീരത്തിലേക്ക് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ട് നിങ്ങൾ പൊരുത്തം ചോദിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, പോലീസുകാരൻ പറയാണ്, ഫലം അസൽ അത്തുലുബുഹു ഫിൽ ബലദി ഹത്താ വജത്തുഹു. ഞാനങ്ങനെ അദ്ദേഹത്തെ പോയി അന്വേഷിച്ചു. പഴയതുപോലെ അയാൾ മത്സ്യം പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തെ കണ്ടെത്തി. ഇപ്പോൾ വക്കായത്തു അലാ റിജ്ലിഹി ഉഖബ്ബിലുഹുമാ വഅബ്കി. കരഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. മാപ്പ് തരണം, പറ്റിപ്പോയി, ഒരുപാട് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണുപോയി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ സയ്യിദി സഅൽതുക ബില്ലാഹി ഇല്ലാ അഫൗത അന്നി. അല്ലാഹനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് നിങ്ങൾ ക്ഷമ തരണം, മാപ്പ് തരണം, പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഫഖാലലി, അദ്ദേഹം എന്നോട് ചോദിച്ചു, മന്നൻ താര, നിങ്ങളാരാണ്? നിങ്ങളെ മനസ്സിലായില്ല, എത്രയോ കാലം മുമ്പുള്ള സംഭവമാണല്ലോ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അനല്ലദീ അഖദ്തു മിൻക സമകത ഗസ്ബൻ. ഒരു ദിവസങ്ങൾ ഈ കടപ്പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് മത്സ്യം സൗജന്യമായിട്ട് തരുമെന്ന് ചോദിച്ചു, തന്നില്ല. വിൽപ്പന നടത്തുമെന്ന് ചോദിച്ചു, ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളെ അടിച്ചിട്ട് ബലാത്കാരമായി മത്സ്യമായി കൊണ്ടുപോയില്ലേ, ആളാണ് ഞാൻ. എന്നിട്ട് വദക്കർതുമാ ജറാ അലൈഹ, ഞാനുണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. മുറിഞ്ഞുപോയ എൻ്റെ കയ്യെ ഞാൻ കാണിച്ചു കൊടുത്തു. നോക്കി, എൻ്റെ കൈയുണ്ടോ? ആദ്യം വിരല് പോയി, കൈ പോയി, തണ്ടം കൈ പോയി, തോളം കൈ പോയി, ഇപ്പോൾ വലത്തെ കൈ ഒട്ടുമില്ല. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അയാൾ കരഞ്ഞുപോയി. വഖാല, അദ്ദേഹം പറഞ്ഞു, യാ അഖീ ഖദ് അഹ്ലൽതുക മിൻഹാ ലിമാ ഖദ് റഅയ്തു ബിക മിൻ ഹാദൽ ബലാ. പടച്ചവനെ, ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നോ? ഞാനതെല്ലാം പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായും ആ മനുഷ്യൻ പറഞ്ഞു. വഖുൽതു, ഞാൻ ചോദിച്ചു, യാ സയ്യിദി സഅൽതുക ബില്ലാഹി ഹൽ കുൻത ദഅവത അലയ്യ ലമ്മാ അഖദ്തുഹാ മിൻക. ഞാൻ നിങ്ങളിൽ നിന്ന് ആ മത്സ്യം ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കേടായിട്ട് ദ്വാരന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ ദ്വാരന്നിരുന്നു. ഖുൽതു, ഞാൻ പറഞ്ഞിരുന്നത്, അല്ലാഹുമ്മ ഹാദാ യഖ്വാ അലയ്യ ബിഖുവതി അലാ ദുഅഫി. പടച്ചവനെ, അദ്ദേഹം നല്ലൊരു മല്ലനും ഞാൻ വളരെ ദുർബലനുമാണ്. അതുകൊണ്ട് എൻ്റെ ദൗർബല്യം മനസ്സിലാക്കിയ ആൾ എന്നെ അടിച്ചു വീഴ്ത്തി എൻ്റെ കയ്യിലുള്ള മത്സ്യത്തെ കൊണ്ടുപോയി. ഫഅഖദ മിന്നീ മാ റസഖ്തനി, എനിക്ക് നീ നൽകിയ ഭക്ഷണമായിരുന്നു അദ്ദേഹം പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് ഫഅരിനി ഫീഹി ഖുദ്റതക, ഞാൻ എത്ര ദുർബലനാണെങ്കിലും എനിക്ക് കഴിവുണ്ടല്ലോ, എൻ്റെ ആ കഴിവ് അദ്ദേഹത്തിലൂടെ എനിക്ക് കാണിച്ചു തരണേ പടച്ചവനെ എന്ന് ഞാൻ ദുആ ചെയ്തിരുന്നു. ഖുൽതു, ഞാൻ പറഞ്ഞു, ഖദ് അറാക അല്ലാഹു ഖുദ്റതഹു ഫിയാ. അല്ലാഹുവിൻ്റെ കഴിവ് ഇപ്പോൾ നല്ലപോലെ നിങ്ങൾ കണ്ടില്ലേ എന്നിലൂടെ. അല്ലാഹുവിൻ്റെ കഴിവ് അപാരം തന്നെയാണ്. നിങ്ങളുടെ ആ ദുആയുടെ പരിണിത ഫലം എനിക്ക് അനുഭവിച്ചിരിക്കുന്നു. വാന തായിബുൻ ഇലല്ലാഹി അമ്മാ കുൻതു അലൈഹി, ചെയ്തു പോയ പാപത്തെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനെ, ഈ മത്സ്യത്തൊഴിലാളിയായ മനുഷ്യൻ ആ പോലീസുകാരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ നിന്ന് കുറേ കാശുകളെടുത്ത് അദ്ദേഹത്തിന് സംഭാവനയായി കൊടുത്തു. കാരണം ജീവിക്കാനുള്ള ഗതി വഴിമുട്ടിപ്പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എടുത്തു വച്ചിരുന്ന ക്യാഷിൽ നിന്ന് 10,000 രൂപ ആ മനുഷ്യൻ എടുത്തു കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു വിട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ഒരാളെയും നാം മാനസികമായി വിഷമിപ്പിക്കരുത്.
ഒരാളെയും ആക്രമിക്കരുത്. ഒരാളുടെ മനസ്സ് വേദനിച്ചുകൊണ്ട് എന്തെങ്കിലും ദുആ ചെയ്താൽ ആ ദുആ പെട്ടെന്ന് നമുക്ക് ഫലിക്കുന്നതാണ്. വേറെ ഒരാൾ നമ്മോട് അക്രമം ചെയ്തു എന്ന് കരുതി നാം അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. ആ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയി, പക്ഷേ നാം അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും വേണം എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹത്തായ മജ്‌ലിസിന്റെ സവാബിനെ ഈ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.